മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഇതിലും രാജ്യത്തെ സുഡാപ്പികള് വലിയ കുറ്റമാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങളത് കണ്ടുനോക്കൂ. സയ്യദ് ഷാദാബ് ഹുസൈൻ ലക്നൗ से सुपुत्र नवाब मियां अनामी. നിങ്ങൾ കണ്ടില്ലേ? സയ്യിദ് ഷദാബുദ്ദീൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നിയമന കത്ത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി കൈമാറുന്ന ഈ വീഡിയോയിൽ പോലും ഒരുപാട് സുഡാപ്പികൾ കണ്ടെത്തിയ പ്രശ്നം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് സുഡാപ്പികൾ രംഗത്തെത്തിയത് രാജ്യത്തെ സുഡാപ്പികളാണ്. ഇതിന് മറുപടിയായിട്ട് സയ്യിദ് ഷദാബ് ഹുസൈൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തന്റെ ഇൻസ്റ്റഗ്രാമിൽ മറുപടിയായിട്ട് കൊടുക്കുന്നതാണ്. എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് വ്യക്തമാക്കാനായി, ചടങ്ങിൽ ആർക്കും നിയമന കത്ത് നൽകുമ്പോൾ ബഹുമുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജി ചിരിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ തന്നെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വീഡിയോയുടെ ഈ നിയമന കത്ത് കൊടുക്കുന്നതിന്റെ വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടെ അവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തരത്തിൽ പറയുന്നു, ഒരു ഔപചാരിക സർക്കാർ പരിപാടിയായിരുന്നു. അദ്ദേഹം എല്ലാവരോടും ഒരേ ഗൗരവമായ ഭാവം പുലർത്തി, അതിവ്യക്തിപരമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുന്നു, ഞാൻ സുപ്രഭാതം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് തലകുലുക്കി സമ്മതിച്ചു. ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട്. പശ്ചാത്തല ശബ്ദം കൊണ്ടും ആ നിമിഷം മൈക്ക് ഉപയോഗിക്കാത്തതിനാലും അദ്ദേഹത്തിന്റെ ശബ്ദം ഈ ക്ലിപ്പിൽ വ്യക്തമായി കേൾക്കില്ല. അതായത് നിയമന കത്ത് ലഭിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ സഹോദരങ്ങളോട് എന്ന് പറഞ്ഞു മറുപടി കൊടുക്കേണ്ടി വരിക. ഇത് ഉത്തർപ്രദേശിലെ സർക്കാർ പ്രോഗ്രാമിന് സുഡാപ്പികൾ കൂട്ടമായിട്ട് ഇദ്ദേഹം യോഗി ആദിത്യനാഥിൽ നിന്ന് നിയമന കത്ത് ലഭിക്കുന്നതിന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് വന്നിട്ടുള്ള കമന്റിന്റെ ശല്യം കാരണം ഈ ഉദ്യോഗസ്ഥൻ തന്നെ മറുപടി പറയാം, ഇത് ആരോടും ചിരിച്ചിട്ടില്ല എന്ന്. കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന സുഡാപ്പി പ്രശ്നം ഉത്തർപ്രദേശിലെ സുഡാപ്പി തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കുണ്ട്. ഇതൊരു വലിയ യാഥാർത്ഥ്യ. യോഗി ആദിത്യനാഥ് മതത്തിനെതിരോ എന്നൊക്കെ പറയുമ്പോ ഈ സർക്കാർ യോഗി ആദിത്യനാഥ് നിരന്തരം സർക്കാർ ചടങ്ങുകൾ നമുക്കറിയാലോ, മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹം പങ്കെടുക്കുന്നതിലൊക്കെ തന്നെ മുസ്ലിങ്ങൾക്ക് ഇത് പറയുന്നതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട്, ഈ മതമൊക്കെ എടുത്തിട്ട്. പക്ഷേ ഗതികേടാണല്ലോ, കേരളത്തിൽ നിരന്തര പ്രചരണമാണല്ലോ BJP യോഗി ആദിത്യനാഥ് ഒക്കെ ഇന്ന മതത്തിനെതിരെയാണോ എന്ന്. അതല്ല എന്ന് തെളിയിക്കാനാണ് ഇതുപോലെ പറയേണ്ടി വരുന്നത്. അത് വിവേകമുള്ള മലയാളികളൊക്കെ തന്നെ തിരിച്ചറിയാം. ഇവിടെ സാധാരണ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജിഹാദികൾ സുഡാപ്പികൾ കിടന്ന് പണിയെടുക്കുക. അവരുടെ പണി പൂർത്തിയാക്കിയാൽ നമ്മുടെ നാടിന് തന്നെ അപകടം. അതുകൊണ്ട് ഇത്തരത്തിൽ വിശദീകരിച്ച് നമ്മൾ രംഗത്തെത്തുന്നത്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കണ്ടുനോക്കൂ. मेसर्स अवध नर्सरी आपकी मलिहाबाद लखनऊ से मेसर्स अवध नर्सरी सामने देखिएगा. നിങ്ങളെത്തില്ലേ അവന്ത് നഴ്സറിക്ക്, അതായത് മാംഗോ ഫെസ്റ്റിവൽ കൂടുതൽ പുരസ്കാരങ്ങൾ, ഒരുപാട് വിത്തിനങ്ങളൊക്കെ മാംഗോവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിത്തിനങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ അവന്ത് നഴ്സറിക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഓണർ മുസ്ലിമാ. ആദരിക്കുക യോഗി ആദിത്യനാഥ്. മതം നോക്കി മാറ്റി നിർത്തുന്നുണ്ടോ? അതോ ഈ കൃഷിയൊക്കെയായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ വലിയ മത്സരം നടക്കുക, വലിയ മത്സരം. ഒരാളെ മാറ്റി നിർത്താനൊന്നും ഒരു പണിയില്ല. പക്ഷെ ഒന്നുമില്ല, മികവാർക്കുണ്ടോ പരിഗണിക്കുക, ഒരു മാറ്റി നിർത്തലുമില്ല. ഇത് മാത്രമാണോ നിങ്ങൾ അടുത്തുന്നുണ്ട്? ഡോക്ടർ സാനിയ ഖാൻ, ചികിത്സാധികാരി യൂനാനി. ദിവ്യാംഗജൻ സശക്തീകരണം. നിങ്ങൾ കണ്ടില്ലേ മുസ്ലിം ആയിട്ടുള്ള ഒരു ഡോക്ടർ. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ വീഡിയോയിൽ നിരത്താൻ സാധിക്കും. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും. ഇവിടെ BJPയോ യോഗി ആദിത്യനാഥോ ഒന്നും ഒരു മതത്തിനും എതിരല്ല. പക്ഷെ ഇവിടെയുള്ള സുഡാപ്പികള്, ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാര് വലിയ പ്രചരണ, സംഘപരിവാർ, യോഗി ആദിത്യനാഥ് ഒക്കെ വലിയ പ്രശ്നമാണോ ഇത്? സാധാരണ മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് തിരിച്ചറിയാൻ മറ്റൊരു ഉദാഹരണം കൂടി മുന്നോട്ട് വെക്കാം. ഇവിടെ മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സംഘപരിവാർ അങ്ങനെ ഇങ്ങനെയോ എന്ന് നിരന്തരം വിളിച്ചറിയും.
പക്ഷെ പാണക്കാട് തങ്ങൾക്ക് പോയിട്ട് ഗവർണർക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചാൽ ഇവിടെ യാതൊരു പ്രശ്നവും ഒരു വാർത്തയില്ല. അതേസമയം സാധാരണക്കാരായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഗവർണർ ഒരു ആദരവ് തന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ വാർത്ത വരിക? റിപ്പോർട്ടർ ചാനലില് സുറാപ്പിയായിട്ടുള്ള റഹീസ് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഘപരിവാർ ആദരിച്ചു. എന്തേ കേരള ഗവർണർ ആദരിച്ചു എന്ന് പറയാൻ മടിയത് പറയൂല, സംഘപരിവാർ ആദരിച്ചു എന്ന് പറയും. ഇത്തരത്തിലാണ് ഇവിടെ മാധ്യമങ്ങളൊക്കെ ഇരട്ടത്താപ്പുമായിട്ട് പോകുന്നത്. അതായത് ഇതിന്റെ ലീഡേഴ്സിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അണികള് സാധാരണക്കാരൊക്കെ വിട്ടുനിന്ന് വലിയ വിഭജിക്കലായിട്ട് ഭിന്നിപ്പിക്കലായിട്ട് പോകണം. എന്നാലും ഇവിടെ മുസ്ലിം ലീഗിന് മുതലെടുപ്പ് നടത്താൻ സാധിക്കൂ, CPM നടത്താൻ സാധിക്കൂ, കോൺഗ്രസിന് നടത്താൻ സാധിക്കൂ. ഇവിടെ യോഗി ആദിത്യനാഥോ ഇവിടെ BJP ഒരു തരത്തിലും ഒരു മതത്തിനും എതിരല്ല. ഒരു യാഥാർത്ഥ്യം സകല മലയാളികളും തിരിച്ചറിയും, പ്രത്യേകിച്ച് സാധാരണ മുസ്ലിങ്ങൾ. അതായത് കേരളത്തിലെ UDF-നും LDF-നും ഇവിടെ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു വികസനം പോലും പറയാനില്ല. പിന്നെ കേരളത്തിൽ കാണുന്ന കെട്ടിടങ്ങളും കേരളത്തിൽ കാണുന്ന ഈ കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിലെ UDF-ന്റെ LDF-ന്റെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മികവല്ല. അത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രവാസികളായിട്ട് ഗൾഫ് രാജ്യങ്ങളില്, യൂറോപ്യൻ രാജ്യങ്ങളില്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളില്, കാണുന്ന രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ പോയിട്ട് ജോലി ചെയ്ത് അവരുടെ കുടുംബത്തെ പോറ്റാൻ തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്ന ക്യാഷ് ഉൾപ്പെടെ, അത്തരം ക്യാഷ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ കാഴ്ചപ്പാട് കൊണ്ടൊക്കെയാണ് നമ്മുടെ കേരളം വലിയ രീതിയിൽ മാറിയത്. അല്ലാതെ കേരളത്തിലെ UDF-നോ LDF-നോ കേരളത്തിന്റെ വികസനത്തിൽ ഒരു പങ്കുല. യഥാർത്ഥത്തിൽ വികസനം വരുത്തേണ്ടത് എവിടെയായിരുന്നു? വലിയ വ്യവസായങ്ങൾ വേണം. നമ്മുടെ കേരളത്തിൽ എന്ത് വ്യവസായങ്ങൾ? തമിഴ്നാട്ടിലേക്ക് നോക്കണം, കർണാടകയിൽ നോക്കണം, ഉത്തർപ്രദേശിൽ നോക്കണം. കൃഷിയാണെങ്കിലും IT കമ്പനികളാണെങ്കിലും ഏത് മേഖല എടുത്താലും വലിയ കമ്പനികൾ. നമ്മുടെ കേരളത്തിൽ എന്താ ചെയ്യുക? 3000 ആളുകൾക്ക് 3000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഗിറ്റെക്സ് പറഞ്ഞപ്പോൾ കോടിച്ച് അതിനെ ആരാ സ്വീകരിച്ചത്? കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്നത് തെലങ്കാന അത് സ്വീകരിച്ചു. സകല സൗകര്യം ചെയ്തു കൊടുക്കുക, സകല സൗകര്യവും. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടേണ്ട അവസ്ഥ. കേരളത്തിൽ ഇവിടെ വലിയ സംഭവം എന്ന് പറയുമ്പോഴും ഇവിടെ ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളും ജോലി തേടി നാട് തെണ്ടുക, മറ്റ് രാജ്യങ്ങളിലേക്ക് പോവാ, സ്വന്തം കുടുംബത്തിനൊപ്പം നിൽക്കാനുള്ള ഒരു അവസരം ഇവിടെ UDF-ഓ LDF-ഓ മുസ്ലിം ലീഗോ ഒരുക്കിയിട്ടില്ല. അതേസമയത്ത് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ കുടുംബത്തോടൊപ്പം അവിടെ തന്നെ കൃഷിയാണെങ്കിൽ കൃഷി ചെയ്യുക, വ്യവസായം ചെയ്യാണ്, ബിസിനസ് ആണ് അത് ചെയ്യാണ്, ജോലിയാണെങ്കിൽ അവിടെ ചെയ്യാ. സകലരും ചാടിക്കടി കേരളത്തിലേതുപോലെ ഓടിയിട്ട് സകല രാജ്യങ്ങളിലേക്ക് ഓടുന്നില്ല. ഗൾഫിലുള്ള ഒരു സാധാരണ പ്രവാസിയോട് ചോദിച്ചാൽ മതി, നാട്ടിൽ കുടുംബത്തിനൊപ്പാണ് നിൽക്കേണ്ടത് ചോദിച്ചാൽ അതാണ് താല്പര്യം. ഗതികേട് കൊണ്ടാ ജോലിക്ക് പോകുന്നത്. ഈ ഗതികേട് ആരാ വരുത്തിയത്? UDF LDF. ഇത് ഇവിടെയുള്ള ആളുകൾ തിരിച്ചറിയാ. ഇവിടെ കേരളത്തിലൊരു മാറ്റം വന്നാലേ കേരളത്തിലെ ഈ ഒരു അവസ്ഥക്കൊക്കെ മാറ്റം ഉണ്ടാവൂ. നാളെ പുതുതലമുറയെങ്കിൽ കേരളത്തിൽ ജോലിക്ക് വേണ്ടി ഇവിടെ നിൽക്കണ്ടേ? ലോകത്തെവിടെയുള്ള ജോലിയും ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തോ കേരളത്തിൽ സകലരും ഓടുക ഗൾഫിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും. അതെന്താ അവസരമല്ല? എന്താ ബാംഗ്ലൂർ പോലുള്ള ഒരു IT ഹബ് കേരളത്തിൽ ഇല്ലാത്തത്? കേരളത്തിൽ എന്തുകൊണ്ട് വരുത്തുന്നില്ല? അത് UDF-ന്റെയും LDF-ന്റെയും പിടിപ്പുകാടാ. അത് BJP കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അപ്പയോ മോദി BJP എന്തോ മതത്തിനൊന്നും ഒരു തരത്തിലെതിരല്ല. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് തന്നെയാണ് BJP-യും യോഗി ആദിത്യനാഥൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് ഇത്തരം ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും.